ശബരിമല പ്രക്ഷോഭം അടക്കമുള്ള പഴയ കേസുകളുടെ പേരിൽ പോലീസ് ഇപ്പോൾ താൻ അടക്കമുള്ളവരെ വേട്ടയാടുകയാണെന്ന് ബിജെപി നേതാവും ഗോവ മുൻ ഗവർണറുമായ PS ശ്രീധരൻപിള്ള 97 വയസ്സുള്ള ഒ രാജഗോപാലിനെ പോലും ജാമ്യമില്ലാ വാറണ്ട് പ്രകാരം പ്രതി ചേർത്തിരിക്കുകയാണ്. കേരളം ഭരണഘടനാ വിരുദ്ധതയുടെ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനമായി മാറിയെന്നതിന്റെ തെളിവാണിത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടണം. ഗവർണറായിരുന്ന തനിക്കാണ് താൻ ആഹ്വാനം പോലും ചെയ്യാത്ത ഹർത്താലിന്റെ പേരിൽ പോക്സോ കോടതിയിൽ ഹാജരാകേണ്ടുന്ന സ്ഥിതി വരുന്നത്. താൻ അഭിഭാഷക വൃത്തിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒ രാജഗോപാലിന് വേണ്ടിയുള്ള കേസിന്റെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. കേരളം ഈ കാടത്തത്തിൻ്റെ നിയമവിരുദ്ധതയുടെ ഭരണഘടനാ വിരുദ്ധതയുടെ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനമായി കേരളം ഇപ്പം മാറുകയാണ്. നമ്മുടെ ഈ കേരളത്തിൽ ഒ രാജഗോപാൽ 97 വയസ്സുള്ള കേരള രാഷ്ട്രീയത്തിൽ ഏത് എതിരാളികളും മാനിക്കുന്ന അദ്ദേഹത്തിനെതിരെ ഇപ്പം ഞാൻ വന്ന് ജാമ്യം നൽകാൻ പാടില്ലാത്ത വാറണ്ടിൽ അദ്ദേഹത്തിന് നിലനിൽക്കുകയാണ്, പ്രതിയാക്കിയിരിക്കുകയാണ്. അവർ പറയുന്നു ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഒരു കുറ്റം ഒരു കേസിൽ ഉൾപ്പെട്ടാൽ, BJPക്കാർ ഉൾപ്പെട്ടാൽ BJPയുടെ എല്ലാ നേതാക്കന്മാരെയും പ്രതികളാക്കണം. ഇതാണ് പറയുന്നത്. ഇത് ഇന്ത്യയിൽ കേട്ടുകേൾവിയുള്ളൊരു സംഭവമല്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. ഏറ്റവും ഒടുവിലായി രാജഗോപാലിനെ പ്രതിയാക്കി, എന്നെ പ്രതിയാക്കി 2 കേസുകൾ ഞാൻ ഇതിൽ എടുത്തു കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വിചാരണ നേരിടാൻ വേണ്ടി പോകേണ്ടത് പോക്സോ കോടതിയിലാണ്. പോക്സോ കോടതിയിൽ എന്നെപ്പോലെ ഒരു റൂമിനെ പോലും നുള്ളി നോവിച്ചിട്ടില്ലാത്ത, എതിരാളികളോട് മാന്യത കാണിച്ചിട്ടുള്ള, ദേശാഭിമാനി പറയട്ടെ അവരുടെ എത്ര പത്രങ്ങളാണ്, എത്ര മാനനഷ്ട കേസുകൾ ഞാൻ അവരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ക്യാൻ എ പോലീസ് ഓഫീസർ DGP ക്യാൻ ഇംപ്ലിക്കേറ്റ് എ പേഴ്സൺ ആസ് ആൻ അക്യൂസ്ഡ്? ക്യാൻ ഹി പാസ് ആൻ ഓർഡർ? വാട്ട് അതോറിറ്റി ഈസ് ഹാവിങ്?